നമസ്കാരം. ഞാൻ മഹേന്ദർ, പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിലെ ചിറ്റിലഞ്ചേരി എന്ന സ്ഥലം, ചിറ്റിലഞ്ചേരിയിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപകനാണ്. എൻ്റെ ഭൗതിക ശാസ്ത്രമാണ്, ഫിസിക്സാണ്. മലയാളത്തിൽ ഞാൻ PG ചെയ്ത് നെറ്റ് പാസ്സായി PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ PhDയുടെ വിഷയം കണ്യാർകളി. അപ്പോൾ പാലക്കാടിലുള്ള എത്ര പേരുണ്ട് ഒന്ന് കൈവെക്കുമോ? അവർക്ക് ചിലപ്പോൾ പരിചയമുണ്ടാവും. കണ്യാർകളി കേട്ടിട്ടുണ്ടോ? പാലക്കാട് മാത്രമുള്ള ഒരു കണ്യാർകളി എന്നുള്ളത് ഒരു അനുഷ്ഠാന കലയാണ്. ആ കണ്യാർകളിയുടെ ചില ചുവടുകളാണ് ഇപ്പം നിങ്ങൾ ഇവിടെ ഞാൻ വരുമ്പോൾ യാദൃച്ഛികമായിട്ട് അതേ ഇത് കാണാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. കണ്യാർകളിയുടെ ചുവടുകളാണ് തുടക്കത്തിലുള്ള, ബേസിക്കാണ് കേട്ടോ, ഇതൊന്നുമല്ല. കണ്യാർകളിയിൽ ഒരുപാട് ചുവടുകളുണ്ട്. പക്ഷെ അത് ശ്രീ സന്തോഷ് ഒളിമ്പസ് നമ്മളുടെ ഈ ഒരു സിലബസിലേക്ക് എടുത്തത് തന്നെ വളരെ നല്ല കാര്യം. കാരണം പ്രകൃതിയും താളവുമായിട്ടുള്ള ബന്ധവും, താളവും നമ്മളുടെ ശരീരത്തിൻ്റെ താളം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ചേർത്തി പഠിപ്പിക്കാൻ ഇത് നല്ലൊരു സംഗതിയായിട്ട് തോന്നി. അപ്പോൾ വാസ്തവത്തിൽ ഞങ്ങൾ കളിക്കുമ്പോൾ 1 2 3 4 എന്നൊന്നുമല്ല, ഞങ്ങൾ വായ്ത്താരി പറഞ്ഞിട്ടാണ് കളിക്കുക. വായ്ത്താരി പല വിധത്തിലുണ്ട്. കൂടുതൽ പറയില്ല, കാരണം ഞാനും ഇത്തിരി ബിസിയാണ്. പിന്നെ നമ്മുടെ ഇപ്പോഴുള്ള സ്കെഡ്യൂൾ ചെയ്ത സംഗതി വൈകുമല്ലോ, അതുകൊണ്ട് ചെറുതായിട്ട് തന്നെ പറഞ്ഞുതരാം. വായ്ത്താരി ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് 3ാമത്തെ കാല് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കളിച്ചില്ലേ, അത് വായ്ത്താരിയിൽ കളിക്കുന്നത് ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ തെയ്താം തത്തൈതൈ തോം കടതികി തെയ്താം തത്തൈതൈ തോം കടതികി തെയ്താം തത്തൈതൈ തോം കടതികി തെയ്താം. ഇനി വേറൊരു വായ്ത്താരി കൂടിയുണ്ട്, അത് കാലം കയറുക എന്ന് പറയും, സ്പീഡിൽ കളിക്കുന്നു. തത്തിത്തൈ തരികിട തത്തിത്തൈ തരികിട തത്തിത്തൈ തരികിട തത്തിത്തൈ തരികിട തത്തിത്തൈ. ഇത് മൂന്നാം കാലം തന്നെയാണ്, സ്പീഡിൽ കളിക്കുന്നത്. അത് തന്നെ കൈവീശണത് 2 തരത്തിലുണ്ട്. ഞങ്ങൾക്ക് കണ്യാർകളിയിൽ പുരുഷവേഷവുമുണ്ട്, സ്ത്രീവേഷവുമുണ്ട്. സ്ത്രീവേഷം ചെയ്യണതും പുരുഷന്മാർ തന്നെയാണ്. അപ്പോൾ കൈവീശണയിൽ 2നും ഒരു പ്രത്യേകതയുണ്ട്. ആദ്യം പുരുഷവേഷം. ബേസിക്കായിട്ട് ഒരു കാര്യം പറഞ്ഞേ ഉള്ളൂ. ഇനി ഇവിടെ നടത്തിയ മത്സരങ്ങളിൽ ഞാൻ ചിത്രരചന മത്സരത്തിനാണ് ജഡ്ജ്മെൻറ്റിന് ഉണ്ടായിരുന്നത്. ഓൺലൈനായിട്ടായിരുന്നു. നല്ല ചിത്രങ്ങൾ തന്നെയാണ് കിട്ടിയത്. ഒരു പക്ഷേ LP ലെവലിലുള്ള കുട്ടി ഏറ്റവും മുതിർന്ന ലെവലിലുള്ള കുട്ടികളെ പോലെ അതിശയിപ്പിച്ചുകൊണ്ട് വരച്ചു എന്നൊരു അഭിപ്രായം എനിക്ക് പറയാൻ തോന്നി. LPയിൽ ആർക്കാ ഫസ്റ്റ് കിട്ടിയത് എന്നറിയില്ല, നന്നായി വരച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആശയത്തിലേക്ക് എത്തുമ്പോൾ LP കുട്ടിയല്ലേ, അതുകൊണ്ട് പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കേണ്ടതില്ല, നമ്മളെ പ്രകൃതി സംരക്ഷിച്ചോളും. പ്രകൃതി നമ്മളെയാണ് സംരക്ഷിക്കുന്നത്, അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു ഭാഗമാണ് നമ്മൾ. പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുക പറയുമ്പോൾ നമ്മൾ ആ പ്രകൃതിയുടെ മേലെയുള്ള ഒരാൾ എന്നുള്ളൊരു അർത്ഥം വരുന്നുണ്ട്, അല്ലേ? ആ ഒരു അഹങ്കാരവും വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കാൻ അത്രത്തോളം വലിയ ആൾക്കാരല്ല, പ്രകൃതിയുടെ ഒരു ഭാഗമാണ് നമ്മൾ. ആ ഒരാശയം വെച്ചിട്ട് ആ ഒരാശയത്തിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചാൽ ചിത്രങ്ങൾ പൂർണ്ണമായും എത്തിയില്ല. പക്ഷെ അതിൽ ആശങ്കപ്പെടേണ്ട കാര്യവുമില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഈ പഠന പ്രോസസ്സുകളിലൂടെ കടന്നു വരികയല്ലേ. ഇത്രത്തോളമെങ്കിലും എത്തിയതിൽ ഉള്ള സന്തോഷം പങ്കുവയ്ക്കുകയാണ്. കൂടുതലൊന്നും പറയാനില്ല, ഇത്രയൊക്കെ പറയാനുള്ളൂ. ഞാൻ ഫാക്കൽറ്റി ആണ്, ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്, ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അധ്യാപനവും അതുപോലെ ഗവേഷണത്തിൻ്റെ തിരക്കുകളും കാരണം എല്ലാ ക്ലാസ്സുകളിലും പങ്കെടുക്കാൻ എനിക്ക് പറ്റാറില്ല. ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.